ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഷോർട്സിൽ കണ്ട പോലെ തന്നെ ഗൂഗിൾ പറഞ്ഞിടത്തേക്ക് ഞങ്ങൾ പോയതിനെപ്പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പം ഈ റോഡ് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വെറുതെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ആ ഒരു രീതി ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. കൂടുതലും ഇവിടെ തമിഴ്നാട്ടിൽ നിങ്ങൾ അറിയുന്ന പോലെ തന്നെ ഇവിടെ കൂടുതലും അമ്പലങ്ങളാണുള്ളത്. ഒരുവിധ അമ്പലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ശനിയാഴ്ച അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ആലോചിച്ചതാണ് ഇങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. പക്ഷേ എങ്ങോട്ട് പോകുന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് വലിയൊരു സംശയം. ഗൂഗിളിനോട് ചോദിച്ചു. അപ്പോൾ കാണിച്ചു തന്നൊരു സ്ഥലമാണ് തൃച്ചങ്ങോട്ട് ക്ഷേത്രം കേട്ടോ. ഇതിനെ പറ്റിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഇന്നുവരെ അവിടെ പോയിട്ടില്ല. എവിടെയാണെന്നും ഒന്നും അറിയില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഇത് ഒരു 30 കിലോമീറ്റർ ഉള്ളോട്ടാണ് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ പോകണം. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ പെട്രോൾ പമ്പിൽ കയറി ഒന്ന് പെട്രോൾ അടിക്കുന്ന അവിടെ നിന്ന് ആ ചേച്ചിയോടും കൂടെ ഒന്ന് ചോദിച്ചു കേട്ടോ എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന്. കാരണം ഗൂഗിൾ പറയുന്നത് മാത്രം വിശ്വസിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇതൊരു തനി ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഞാൻ കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വീഡിയോയും പിടിച്ച് പോകുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അടി കിട്ടാനും മതി. കാരണം അവർക്കറിയില്ലല്ലോ നമ്മൾ എന്താ എടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നതെന്നൊന്നും. അപ്പോൾ ഞാൻ കുറേ കണ്ടു. ബ്ലൗസ് ഇടാത്ത അമ്മൂമ്മമാർ വരെ ഉണ്ട് ഇവിടെ. അപ്പം അത്രയും ഒരു എന്താ പറയുക ഗ്രാമപ്രദേശമാണ്. നിഷ്കളങ്കരായ മനുഷ്യരുമാണ്. റോഡിൽ നിന്ന് കുളിക്കുക, പിന്നെ റോഡിൽ നിന്ന് അലക്കുക, പിന്നെ നമ്മുടെ ഈ ചെറിയ ഒരു തോട് എന്നൊക്കെ നമുക്ക് അവിടെ പറയും. അങ്ങനെ ആ വെള്ളത്തിൽ നിന്നിട്ട് അലക്കലും കുളിയും എല്ലാം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ടാവും ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക എന്തോ ഒരു പോലെ തോന്നി. എന്തോ ഒരു സങ്കടം പോലെ. കാരണം ഭയങ്കര കഷ്ടപ്പെട്ട ജീവിതമാണ് അവരിതൊക്കെ. കണ്ടാൽ തന്നെ അറിയാം, വീടുകളും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കരിമ്പും തോട്ടാട്ടോ. ഈ ഗ്രാമത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ഫുള്ള് കരിമ്പും തോട്ടം. പിന്നെ നമ്മളവിടുത്തെ പോലെ തന്നെ തെങ്ങും തോപ്പുകളും ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ഭംഗി വെച്ചാൽ നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഞങ്ങൾ എവിടെയും നിർത്തിയില്ല, കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടിട്ട്. പിന്നെ ഇങ്ങോട്ട് രാത്രി തിരിച്ച് വരൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് വഴിയും അറിയില്ല. പിന്നെ എന്താ പെട്ടുപോകും എന്നുള്ള പേടിയുണ്ട്. ഞങ്ങൾ എവിടെയും നിർത്താതെ നേരെ അമ്പലത്തിലേക്കാട്ടോ വെച്ച് പിടിച്ചത്. അവിടെ ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രമാണെന്നാണ് നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. ഇനി എന്താണെന്നുള്ളത് അവിടെ പോയിട്ടറിയാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കുറച്ചധികം പോകാനുണ്ട് കേട്ടോ. നമ്മൾ അറിയില്ലായിരുന്നു ഇത്ര ദൂരം പോകാനുണ്ടെന്ന്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ റോഡിൽ നിന്ന് കുളിക്കുക. അപ്പോൾ അത്രയും നിഷ്കളങ്കരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോൾ അവർ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. അതുകൊണ്ട് തന്നെ എവിടെ നിർത്തിയെടുക്കാനൊന്നും ഞങ്ങൾ മുതിർന്നിട്ടില്ല. നേരെ പോയി. അത് നല്ല അടിപൊളി മല. അത് കുറേ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ മലേൻ്റെ മുകളിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടെയാണ് ആ ക്ഷേത്രം എന്നുള്ളത്. അവിടെ നിന്ന് ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോഴാണ് ആ മലേൻ്റെ മുകളിലാണ് ക്ഷേത്രം എന്നുള്ളത് പറഞ്ഞു തന്നത് കേട്ടോ. നോക്കിയപ്പം കുറച്ചൊരു പേടിയായി, കാരണം അത്രയും ഹൈറ്റിൽ കയറണ്ടേ എന്നുള്ളതായിരുന്നു. എന്നാലും പോയി നോക്കാമെന്നുള്ളതിൽ പോയി. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതൊരു വെള്ള ലൈനെ പോലെ കാണുന്നുണ്ട്. അതിലൂടെയാണ് നമ്മുടെ വഴി. കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും കയറിയിട്ട് എനിക്ക് നല്ല പേരുണ്ടായിരുന്നു കേട്ടോ. ആ വഴി കണ്ടപ്പോൾ തന്നെ ഇത്രയും വലിപ്പമുള്ള വെച്ചാൽ നമ്മൾ വീണ് പോകുമെന്നൊക്കെ ചോദിക്കുന്നതായിരുന്നു. പക്ഷേ ഒരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി. ഫസ്റ്റത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ നല്ല ത്രില്ലുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എൻട്രൻസിൽ ഒരു 10 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ചാർജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുകളിലേക്ക് പോകാൻ ഇവർക്ക് തന്നെ ഒരു ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിലാണ് ഒരുവിധ ആൾക്കാരൊക്കെ പോകാറ്. അപ്പോൾ നമ്മൾ വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പോയി. കുറേ കുരങ്ങന്മാരുണ്ട്. സാധാരണ നമ്മൾ കുരങ്ങന്മാരെ മയിലിനെയും കാണാറുണ്ട്, പക്ഷേ ഇവിടെ മയിലിനെ കണ്ടില്ല കേട്ടോ.
നമ്മളിതാ പോവാണ്. നല്ല അടിപൊളി വൈബ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ വയനാട്ടിലൊക്കെ പോകില്ലേ, വയനാട്ടിൽ പോകുന്നതിലും നല്ല അടിപൊളിയായിരുന്നു. കാരണം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ഹൈറ്റിലുമാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ ഇവിടേക്ക് നടന്ന് കയറുന്നുണ്ട്. നല്ല ടാസ്ക്കാണ് കേട്ടോ അത്, ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ അതാ നമ്മുടെ താഴേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ വളരെയധികം ഹൈറ്റിലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല വൈബ്. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടുള്ളവർക്ക് ഇത് നല്ല അടിപൊളി വൈബാണ്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ ഇതാണ് നമ്മൾ പോകേണ്ട വഴി കേട്ടോ. നമ്മൾ കുറച്ച് ഭാഗം ഇപ്പോഴും കവർ ചെയ്തുള്ളൂ, ഇനിയും പോകാനുണ്ട് ഒരുപാട് എന്നാണ് ആ വഴി കാണിക്കുന്നത്. അപ്പം നല്ല കാറ്റുണ്ട്, ഫോൺ ഇങ്ങനെ ഷെയ്ക്കായി കളിക്കും. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ആലോചിക്കുന്നത് ഈ അമ്പലം എങ്ങനെ ഇത്രയും മുകളിൽ, അതും അന്നത്തെ കാലത്ത് ഇവർ ഉണ്ടാക്കി എന്നുള്ളതാണ് കേട്ടോ. അതെങ്ങനെ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റോഡൊക്കെ ചിലപ്പം ഈ കുറച്ച് കാലമായിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ വന്നിച്ച്. ഇപ്പം പഴയ എത്രയോ കൊല്ലം മുന്നേ ഉള്ള ക്ഷേത്രമാണ്. അപ്പം ഇതെങ്ങനെ ഇവരിവിടെ എത്തിച്ചു എന്നുള്ളത് അറിയില്ല കേട്ടോ. അത് എന്തായാലും ഭയങ്കരം തന്നെ. നമ്മൾ എത്താനായിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട് പോവാൻ. ഓരോ ആളുകൾ നടന്നു വരുന്നത് കണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഇതാ എത്തി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ബസ് സർവീസ്, അതാണ് ആ ബസ്. അപ്പം ഇവിടെയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ബൈക്ക് പോകും, ബസ് പോവില്ല. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. അപ്പം നമ്മൾ അവിടുന്ന് ഒരു മാല വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് അവിടെ 3 സ്വാമി ഉണ്ട്. അർദ്ധനാരീശ്വരനും പിന്നെ വിഷ്ണു, മുരുകൻ. അപ്പം നമ്മൾ 3 പേർക്കും ഓരോ മാല വാങ്ങി, ആർക്കും ഒരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അമ്പലം മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പം ചീത്ത കേൾക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ ഒളിച്ച് ഒക്കെയാണ് ഇത്രയെങ്കിലും എടുത്തത്. അപ്പോൾ എന്ത് കവർ ചെയ്യണം, എവിടെ കവർ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം അത്രയും നല്ല അടിപൊളി ക്ഷേത്രമാണ്. അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ കണ്ട് നിൽക്കാം. ഒരു അടിപൊളി പണിയും ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലായിടത്തിലും വാതിൽ, അങ്ങനെ ഒരു വലിയ ക്ഷേത്രം തന്നെ. ഈ തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ ഒക്കെ തന്നെ ഇതുപോലെ വലിയ വലിയ ക്ഷേത്രങ്ങളാണ്. അതിൻ്റെ ഒരു പണി എടുത്തിരിക്കുന്ന രീതി തന്നെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഒരു നല്ലൊരു എന്താ പറയുക, നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമ തരുന്ന അമ്പലങ്ങൾ അവിടെ ഉള്ളത് മൊത്തം. അപ്പം നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഉണ്ടാകും ഓരോരോ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ. എത്ര ചെറിയ ക്ഷേത്രമാണെങ്കിലും അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. ഇത് വളരെ വലിയൊരു ക്ഷേത്രമാണ്, കുറേ കോമ്പൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. കാരണം കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഉള്ളോട്ടൊന്നും ഫോൺ അലൗഡല്ല. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ബസ് സർവീസ്. ഇതിൽ ആൾ കയറിയിരിക്കുന്നുണ്ട്, അത് ഫുള്ളായാലാണെന്ന് തോന്നുന്നുണ്ട് താഴോട്ട് ഇറങ്ങാം. അപ്പം നമ്മൾ നമ്മുടെ യാത്ര കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആവാൻ പറ്റില്ല, നമ്മളറിയാത്ത സ്ഥലമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തണം. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ കഴിയാണ്. അപ്പോൾ ഇനിയും യാത്രകളായിട്ട് വരും, ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഈ റോഡ് തന്നെ നമുക്ക് കാണാനുണ്ട്. ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് യാത്രകൾ പോകാനുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.